ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 11. അതിൻ്റെ സംഗ്രഹം. ധ്രുവന് മനുവിൻ്റെ ഉപദേശം. ഋഷികളുടെ ആശീർവാദം ലഭിച്ച ധ്രുവൻ ആചമനം ചെയ്ത് വില്ലിൽ നാരായണാസ്ത്രം തൊടുത്തു. അതോടെ ജ്ഞാനോദയത്തിൽ ക്ലേശങ്ങൾ എന്ന പോലെ യക്ഷന്മാരുടെ മായയെല്ലാം നിശേഷം നശിച്ചു. ധ്രുവൻ നാരായണാസ്ത്രം തൊടുത്തപ്പോൾ പൊൻകണയോടും അരയന്ന തൂവലുകളോടും കൂടിയ അസംഖ്യം ശരങ്ങൾ വില്ലിൽ നിന്നും പുറപ്പെട്ട് ഭയങ്കര ശബ്ദത്തോടെ മയിലുകൾ കാട്ടിലേക്കെന്ന പോലെ ശത്രുസൈന്യത്തിലേക്ക് പ്രവേശിച്ചു. ആ ശരങ്ങളെ കൊണ്ട് പീഡിപ്പിക്കപ്പെട്ട യക്ഷന്മാർ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ഗരുഡനു നേരെ, പാമ്പുകളെന്ന പോലെ ധ്രുവന് നേരെ പാഞ്ഞു വന്നു. നാരായണാസ്ത്രത്തിന് പ്രത്യസ്ത്രം ഇല്ല. അതിനെ നമസ്കരിച്ചാൽ അവരെ ഉപദ്രവിക്കില്ല എന്നൊരു മേന്മയും ആ ദിവ്യാസ്ത്രത്തിനുണ്ട്. എതിർക്കും തോറും അസ്ത്രത്തിന് ശക്തി കൂടുകയും ചെയ്യും. നാരായണാസ്ത്രം യക്ഷന്മാരെ കയ്യ്, കാല് തുടങ്ങി കഴുത്ത് എന്നിവ അറുത്ത് കൊന്നുവീഴ്ത്തി. നിരപരാധികളായ യക്ഷന്മാരെ ധ്രുവൻ കൊല്ലുന്ന വിവരം അറിഞ്ഞ് മുത്തച്ഛനായിരിക്കുന്ന സ്വയംഭൂമൻ യുദ്ധക്കളത്തിൽ വന്ന് ധ്രുവനോട് പറഞ്ഞു: കുഞ്ഞെ, മതി, കോപം ഉപേക്ഷിക്കൂ. കോപം നരകത്തിലേക്കുള്ള വഴിയാണ്, പാപസ്വരൂപമാണ്. കോപത്തിന് അടിമപ്പെട്ടതുകൊണ്ടാണല്ലോ നീ നിരപരാധികളായ ഇത്രയധികം യക്ഷന്മാരെ കൊന്നത്. സജ്ജനങ്ങൾ നിന്ദിക്കുന്നതും നമ്മുടെ കുലത്തിന് തീരെ യോജിക്കാത്തതും ആയിപ്പോയി നിൻ്റെ ഈ പ്രവൃത്തി. ഒരു യക്ഷൻ നിൻ്റെ അനുജനെ കൊന്നതിനാലാണല്ലോ സ്നേഹപരവശനായ നീ ഇത്രയധികം നിരപരാധികളായ യക്ഷന്മാരെ കൊന്നത്. ശരീരമാണെന്ന് അഭിമാനിച്ച് വെറും മൃഗങ്ങളെപ്പോലെ അന്യരെ ഹിംസിക്കുന്നത് ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങൾക്ക് തീരെ യോജിച്ചതല്ല. ഭഗവാൻ ശ്രീഹരിയെ സർവാത്മഭാവത്തോടെ ആരാധിച്ചിട്ടാണല്ലോ നീ ധ്രുവ പദവി സമ്പാദിച്ചത്. നീ ഭഗവാന് പ്രിയപ്പെട്ടവനാണ്, ഭക്തന്മാർക്ക് ബഹുമാന്യനാണ്. അങ്ങനെയുള്ള നീ സജ്ജനങ്ങളുടെ ആ സ്വഭാവമായിരിക്കുന്ന സർവഭൂത സമത്വ ദർശനത്തെ ഉപേക്ഷിച്ച് യക്ഷന്മാരെ സംഹരിക്കലാകുന്ന ക്രൂരപ്രവൃത്തി എങ്ങനെ ചെയ്തു? നമ്മളെക്കാൾ വലിയവരിൽ ക്ഷമ, തുല്യരിൽ മൈത്രി, താഴ്ന്നവരിൽ കാരുണ്യം, എല്ലാ ജീവജാലങ്ങളിലും സമഭാവന, ഇവ കൊണ്ടേ സർവാത്മാവായ ഭഗവാൻ സന്തോഷിക്കുകയുള്ളൂ. പരമപുരുഷനായ അവിടുന്ന് സന്തോഷിച്ചാൽ പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്നും വിട്ട് ജീവൻ ബ്രഹ്മനിർവ്വാണത്തെ പ്രാപിക്കും. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ് പുരുഷൻ്റെയും സ്ത്രീയുടെയും ശരീരം. അവർ തമ്മിലുള്ള സംയോഗം കൊണ്ടാണ് സ്ത്രീ പുരുഷ സ്വരൂപേണയുള്ള പ്രജകളുടെ ഉൽപ്പത്തി. പരമാത്മാവായ ഭഗവാന്റെ മായയാൽ സത്വാദി ഗുണങ്ങൾക്കുണ്ടാവുന്ന ക്ഷോഭം നിമിത്തം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിർഗുണനായ ഭഗവാൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വെറും നിമിത്തം മാത്രമാണ്. ഭഗവത് സാന്നിധ്യത്തിൽ കാന്തത്തിൻ്റെ സമീപത്ത് ഇരുമ്പെന്ന പോലെ ഈ പ്രപഞ്ചം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ കാലശക്തി കൊണ്ട് സംഭവിക്കുന്ന സത്വാദി ഗുണങ്ങളുടെ പ്രവാഹത്താൽ സൃഷ്ടിയാദി ശക്തികളോട് കൂടിയവനായി കർത്താവല്ലെങ്കിലും സൃഷ്ടിക്കുന്നു, ഹന്താവല്ലെങ്കിലും സംഹരിക്കുന്നു. സർവാത്മാവായ ഭഗവാന്റെ പ്രവർത്തനം ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ്. കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ സ്വയം അവസാനമില്ലാത്തവനും എല്ലാത്തിനും അവസാനം ഉണ്ടാക്കുന്നവനുമാണ്. ആദിയില്ലാത്തവനെങ്കിലും എല്ലാത്തിനും ആദികാരണവുമാണ്. അവിടുന്ന് ജനങ്ങളെ കൊണ്ട് ജനിപ്പിക്കുന്നു, അന്തകനെ പോലും മൃത്യുവിനെ കൊണ്ട് സംഹരിപ്പിക്കുന്നു. ജീവരാശികളിൽ സമനിലയിൽ പ്രവേശിച്ചിരിക്കുന്ന കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാന് സ്വജനമെന്നോ അന്യനെന്നോ ഉള്ള അസമത്വം തീരെയില്ല. പ്രാരബ്ധകർമ്മത്തിന് വശകരും അസ്വതന്ത്രരുമായിരിക്കുന്ന ജീവന്മാർ മൺതരികൾ കാറ്റിനെ എന്ന പോലെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സ്വന്തം കർമ്മഫലം അനുഭവിക്കുന്ന ജീവന്മാർ അസ്വതന്ത്രരാണ്. അവർക്ക് ആയുസ്സിൻ്റെ വൃദ്ധിയെയും അവസാനത്തെയും വൃദ്ധിക്ഷയങ്ങളില്ലാത്ത സർവേശ്വരൻ സൃഷ്ടിക്കുന്നു. ഈശ്വരനെ ചിലർ കർമ്മം എന്ന് പറയുന്നു, മറ്റു ചിലർ കാലം എന്ന് പറയുന്നു, വേറെ ചിലർ സ്വഭാവം എന്ന് പറയുന്നു, പിന്നെ ചിലർ ദൈവം എന്ന് പറയുന്നു. ജഗത്തിനു കാരണമായിരിക്കുന്ന ശക്തി മനുഷ്യരുടെ കാമമാണെന്നും ചിലർ പറയുന്നു. വ്യക്തമായ സ്വരൂപമില്ലാത്തവനും ഇന്ന രൂപത്തിൽ എന്ന് കണക്കാക്കാൻ കഴിയാത്തവനും മഹത്തത്വം മുതലായ അസംഖ്യം ശക്തികളുടെ ഉറവിടവുമാണ് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ. അവിടുത്തെ സങ്കല്പത്തെ ആർക്കും അറിയാൻ കഴിയില്ല. തനിക്കു താൻ തന്നെ കാരണമായ ഭഗവാനെ ആർക്കാണ് അറിയാൻ കഴിയുക?
കുബേരൻ്റെ അനുയായികളായ ഈ യക്ഷന്മാർ ഒന്നുമല്ല നിന്റെ അനുജനെ കൊന്നത്. ഓരോരുത്തരുടെയും ജനനമരണങ്ങൾക്കും കാരണം അവരവരുടെ കർമ്മഫലവും ഈശ്വരനുമാണ്. ലോകത്തെ സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും അവിടുന്നാണ്. എങ്കിലും അഹങ്കാരമില്ലാത്തതിനാൽ ഭഗവാൻ മൂന്ന് ഗുണങ്ങളുടെ കർമ്മങ്ങളോട് ബന്ധപ്പെടുന്നില്ല. എല്ലാവരുടെയും ആത്മാവും ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനും ലോകത്തിന് കാരണഭൂതനുമായിരിക്കുന്ന ഈശ്വരൻ തൻ്റെ ശക്തിയായ മായയോട് കൂടിച്ചേർന്ന് ലോകത്തെ സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. ശരീരാഭിമാനികൾക്ക് മൃത്യുസ്വരൂപനും ഭക്തന്മാർക്ക് മോക്ഷസ്വരൂപനുമാണ് ഭഗവാൻ. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആശ്രയീഭൂതനായിരിക്കുന്ന ഭഗവാനെ നീ സർവാത്മനാ ശരണം പ്രാപിക്കൂ. മൂക്ക് കയറിട്ട കാളകൾ ഉടമസ്ഥൻ്റെ അധീനത്തിലെന്ന പോലെ പ്രജാപതികൾ പോലും അസ്വതന്ത്രരായി ഭഗവാൻ പൂജയെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 5 വയസ്സ് പ്രായത്തിൽ ചെറിയമ്മയുടെ ദുർവാക്കുകൾ കേട്ട് ഹൃദയം പിളർന്ന നീ അമ്മയെ ഉപേക്ഷിച്ച് കാട്ടിൽ ചെന്ന് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനല്ലാത്ത ഭഗവാനെ ആരാധിച്ച് സന്തോഷിപ്പിച്ച് ത്രൈലോക്യത്തിന് മേലെയുള്ള അത്യുത്കൃഷ്ടമായിരിക്കുന്ന ധ്രുവ പദവി സമ്പാദിച്ചവനല്ലേ? വാസ്തവമല്ലാത്ത ഈ പ്രപഞ്ചം സത്യമായി തോന്നപ്പെടുന്നത് പരമാത്മാവിലാണ്. വിദ്വേഷം അകന്ന മനസ്സിൽ വിളങ്ങുന്നവനും 3 ഗുണങ്ങളോട് ബന്ധമില്ലാത്തവനും അദ്വിതീയനും നാശരഹിതനും നിത്യമുക്തനുമാണ് ആത്മസ്വരൂപേണ വിളങ്ങുന്ന ഭഗവാൻ. ആ ഭഗവാനെ അന്തർമുഖനായി തീർന്ന മനസ്സുകൊണ്ട് തന്നിൽ തന്നെ അന്വേഷിക്കൂ. എല്ലാവരുടെയും ഉള്ളിൽ വിളങ്ങുന്നവനും അവസാനം ഇല്ലാത്തവനും ആ ആനന്ദഘനസ്വരൂപനും സകലവിധ ശക്തികളോടുകൂടിയവനുമായിരിക്കുന്ന ഭഗവാനിൽ ഭക്തി വളർത്താൻ കഴിഞ്ഞാൽ നിനക്ക് സാവധാനത്തിൽ ഞാനെന്നും എൻ്റേതും എന്നുമുള്ള തോന്നലുകൾ കാരണമായിരിക്കുന്ന അവിദ്യയെ നശിപ്പിക്കാൻ കഴിയും. ഭക്തി കൊണ്ട് സത്വഗുണം വളരും. അതോടെ ആത്മവിസ്മൃതി സ്വരൂപമായ അവിദ്യ നശിക്കും. മനസ്സിനെ അന്തർമുഖമാക്കി തീർക്കാൻ തടസ്സമാണ് കോപം. അതിനെ നിശേഷം മടക്കൂ. നിനക്ക് മംഗളമുണ്ടാവട്ടെ. തത്വവിചാരം കൊണ്ട് കോപം നശിക്കും. ആത്മാവായ തന്നിൽ നിന്നും അന്യമായിട്ടൊന്നുമില്ലെന്ന് ബോധിച്ചാൽ പിന്നെ ആരോട് കോപിക്കാനാണ്? കോപിഷ്ഠനെ എല്ലാവരും ഭയപ്പെടും. ക്ഷേമത്തെ ആഗ്രഹിക്കുന്ന വിവേകി മറ്റുള്ളവർക്ക് ഭയകാരണമായിരിക്കുന്ന ക്രോധത്തിന് ഒരിക്കലും അടിമപ്പെട്ടു പോകരുത്. പരമശിവൻ്റെ ഭക്തനാണ് കുബേരൻ. അദ്ദേഹം യക്ഷന്മാരുടെ രാജാവാണ്. കുബേരൻ്റെ അനുയായികളായ യക്ഷന്മാരെയാണ് നീ യുദ്ധത്തിൽ കൊന്നത്. അത് അദ്ദേഹത്തെ അപമാനിക്കലാണ്. കുബേരൻ കോപിച്ചാൽ നമ്മുടെ വംശം തന്നെ നശിക്കും. അതിനാൽ യുദ്ധം നിർത്തൂ. കുബേരനെ നമസ്കരിച്ച് നല്ല വാക്കുകളെ കൊണ്ടും ക്ഷമാപണം കൊണ്ടും സന്തോഷിപ്പിക്കൂ. ഇങ്ങനെ സ്വയംഭൂവന് പൗത്രനായിരിക്കുന്ന ധ്രുവനെ ഉപദേശിച്ചു. ഉപദേശം അംഗീകരിച്ച ധ്രുവൻ അദ്ദേഹത്തെ നമസ്കരിച്ചു. മഹർഷിമാരൊന്നിച്ച് മനു ആ തപോവനത്തിലേക്ക് പോയി. മുത്തച്ഛൻ്റെ ഉപദേശത്തെ മാനിച്ച് ധ്രുവൻ കോപം ഉപേക്ഷിച്ചു. യുദ്ധം നിർത്തുകയും ചെയ്തു. ശ്രീഹരി.